കോഴിക്കോട് വെണ്ണക്കാട് തൂക്കുപാലത്തിന്റെ നവീകരണത്തിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും ഈ മാസം തന്നെ പണി പൂർത്തീകരിക്കുമെന്നും കൊടുവള്ളി നഗരസഭാ അധ്യക്ഷൻ അബ്ദു വെള്ളറ. കൊടുവള്ളി മടവൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ശോചനീയ അവസ്ഥ ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെയാണ് നടപടി. നവീകരണമോ അറ്റകുറ്റപ്പണികളോ നടത്താതെ വെണ്ണക്കാട് തൂക്കുപാലം തുരുമ്പെടുത്ത് നശിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന തൂക്കുപാലത്തിന്റെ കൈവരികൾ തകർന്ന് അപകടത്തിലായിട്ടും നടപടിയെടുക്കാത്തതിനെതിരെ അമൃത ന്യൂസ് വാർത്ത നൽകിയതിനു പിന്നാലെ നവീകരണ പ്രവർത്തനം വേഗത്തിലാക്കുകയാണ് കൊടുവള്ളി നഗരസഭ. തൂക്കുപാലത്തിന്റെ നവീകരണത്തിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും ഈ മാസം തന്നെ പണി പൂർത്തീകരിക്കുമെന്നും കൊടുവള്ളി നഗരസഭാ അധ്യക്ഷൻ അബ്ദു വെള്ളറ പറഞ്ഞു. കൂടുതൽ നടപടികൾ ആവശ്യമായി വന്നാൽ വിദഗ്ധരുമായി സംസാരിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം തൂക്കുപാലം പരിശോധിക്കുകയും അവിടെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ സൈഡിലെ നെറ്റ് പൊട്ടിപ്പോയത്, പെയിന്റിങ്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തുകയും അത് AS-ഉം TS-ഉം ലഭ്യമാക്കുകയും അതിനുശേഷം അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ടെൻഡർ ഒരു കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ മെയ് മാസം തന്നെ അതിന്റെ പണികൾ നമ്മൾ പൂർത്തീകരിക്കുന്നതാണ്. തൂക്കുപാലത്തിന്റെ പരിപാലന ചുമതലയുള്ള കൊടുവള്ളി നഗരസഭ വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പാലം അടച്ചിട്ട് പ്രതിഷേധിക്കാനായിരുന്നു വെണ്ണക്കാട് തൂക്കുപാലം സംരക്ഷണ സമിതിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്.